ജാനു ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ജീവനുള്ള വരാലിനെയാണ് കേട്ടോ. നമുക്ക് പുഞ്ചയിൽ നിന്ന് കുറച്ച് വരാലിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഇതിനെ കറി വെക്കാൻ പോവാണ്. ഇത് ജീവനുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് പിടിച്ച് ബോധം കെടുത്തിയെടുക്കാൻ ഇച്ചിരി പാടാണ്. ഞാൻ കുറേ സമയമായിട്ട് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇതെൻ്റെ കയ്യിൽ ചാടി ചാടി പോവുകയാണ്. വീണ്ടും ഞാൻ പോയി പിടിക്കും, വീണ്ടും ഇത് ചാടിപ്പോകും. ഇത് തന്നെയാണ് പരിപാടി. അങ്ങനെ ഇതിനെ ബോധം കെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ മുത്തു ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളും. ഇവിടെ എന്തൊരു സ്പെഷ്യൽ സാധനം കിട്ടിയാലും ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒരു വീട്ടിലിട്ട് കറിയൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നാണ് കഴിക്കാറ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ആശയെ കൂടെ വിളിച്ചിട്ടുണ്ട്. അവളോടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാധികയ്ക്കാണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് അവൾ ഇന്ന് എത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരോടാണ് ഇന്ന് കറിയൊക്കെ വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നെങ്കിൽ ചക്കയിട്ട് ചക്കപ്പുഴുക്കൂട്ട് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചക്കയെല്ലാം വിളഞ്ഞ് കിടക്കുകയാണ്. വാങ്ങിച്ചോ പോയിട്ടുണ്ട് ചക്ക ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചക്കയും കൂടെ പുഴുക്കുണ്ടാക്കി മീൻകറിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ കൂട്ടുകാരി ധന്യയ്ക്ക് ഈ ചക്കപ്പുഴുക്ക് എന്താണെന്ന് അറിയത്തില്ല. അവൾ തൃശ്ശൂരാണ്. അങ്ങനെ അവൾക്കൊരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ആശയും കുഞ്ഞമ്മയും നിന്ന് ചക്കയെല്ലാം വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിയുകയാണ്. എന്നിട്ട് നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചതച്ച് ഇതിനകത്ത് ചേർത്ത് കുഴച്ചെടുക്കുന്നതാണ് ചക്കപ്പുഴുക്ക്. ഇതും ഈ കറിയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വരാല് കറിയെല്ലാം തിളച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ തലയും വാലും എടുത്ത് വേറൊരു കറിയും കൂടെ വെക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു, തേങ്ങയൊക്കെ ഇട്ട്. അങ്ങനെ ഇന്ന് കുറേ പേരുള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി കറി കൂടുതൽ വേണമല്ലോ. അപ്പോൾ 2 സെറ്റ് കറി ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനും മുത്തും കൂടാണ് എപ്പോഴും മീൻകറി വെക്കാറ്. അങ്ങനെ ചക്കപ്പുഴുക്കിൻ്റെ കാര്യം ആശയും കുഞ്ഞമ്മയും കൂടെ ഏറ്റിട്ടുണ്ട്. ഇവിടെ എന്തൊരു കാര്യം വന്നാലും ഞങ്ങൾ എല്ലാവരോടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര രസമാണ്. വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ, എല്ലാവരോടും ചേർന്ന്. അങ്ങനെ ഇതിങ്ങനെ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പ് നോക്കി നോക്കി ഞാനും മുത്തും കുഴഞ്ഞു കേട്ടോ. കുരുമുളകും ഒക്കെ നല്ല ഇട്ടപ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. അങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി ഇതും മീൻകറിയും കൂടെ ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് മുത്തുവിനും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കത് ചൂടോടെ ഇങ്ങനെ ഊതി ഊതി കഴിക്കാനാണ് ഇഷ്ടം. അവർക്കാർക്കും വിശക്കുന്നില്ലെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾക്കിത് ചൂടോടെ കഴിക്കേണ്ടതുകൊണ്ട് ഞാനും മുത്തും മീൻ തലയും പിന്നെ ചക്കപ്പുഴുക്കും ഒക്കെ എടുത്ത് എപ്പോഴും ഞങ്ങൾ ഈ പടിയെ വന്നിരുന്നാണ് കഴിക്കാറ്. കാരണം ഇവിടെ ഇരിക്കാമെങ്കിൽ നല്ല ഇളങ്കാറ്റൊക്കെ കൊണ്ട് വഴിയെ പോകുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഇന്നൊരു പൂച്ചയും കൂടെ ഉണ്ട്. ഉഷ ചേച്ചിയുടെയാണെന്ന് തോന്നുന്നു ആ പൂച്ച. അങ്ങനെ അതും കൂടെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല എരിവൊക്കെയുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട്. എപ്പോഴും ഞങ്ങളിങ്ങനെയാണ് എന്തൊരു സാധനം ഉണ്ടാക്കിയാലും ഇതുപോലെ പടിയെ വന്നിരുന്ന് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഒരു പാത്രത്തിലിരുന്ന് ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അതുവഴിയൊക്കെ പോകും, അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങൾക്ക് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.